2006 മുംബൈ ട്രെയിൻ സ്ഫോടനത്തിൽ പ്രതികളെ വെറുതെ വിട്ട നടപടി സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. മുംബൈ ഹൈക്കോടതി വിധിയാണ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തത്. 12 പ്രതികളെയാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഹൈക്കോടതിയുടെ വിധിയാണ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. കോടതി ഇന്ന് നിലപാടാണ് ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞത്. സുരേഷ്, 2006 189 പേരുടെ മരണത്തിനിടയാക്കുകയും ഏതാണ്ട് 820ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത മുംബൈ ട്രെയിൻ സ്ഫോടന പരമ്പര കേസിലെ പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി നടപടിക്കെതിരെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തത്. ഈ അപ്പീൽ പരിഗണിച്ച കോടതി ഈ ഹൈക്കോടതി നടപടി, അതായത് പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി നടപടി സ്റ്റേ ചെയ്യുകയായിരുന്നു. അതേസമയം തന്നെ ഈ പ്രതികൾ വീണ്ടും ജയിലിലേക്ക് പോകേണ്ടതില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കേസിൽ ഈ സംസ്ഥാന സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും ഒപ്പം തന്നെ വളരെ പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകനും മലയാളിയുമായിട്ടുള്ള ഋഷികേശ് ഹരിദാസുമാണ് പ്രധാനമായും ഹാജരായിട്ടുള്ളത്. അവർ മുന്നോട്ട് വെച്ച വാദമുഖം ഇതുമായി ബന്ധപ്പെട്ട് അനുബന്ധ കേസുകൾ വിചാരണ കോടതിയിൽ നടക്കുന്നുണ്ട്. സ്വാഭാവികമായും പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി നടപടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാകും ഈ പ്രതികൾ ഈ വിചാരണ കോടതിയിൽ കൂടുതൽ ഇനിയിപ്പോൾ അതിന് കൂടുതൽ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ അത് മറ്റ് കേസുകളെ, ഇതുമായി അനുബന്ധമായിട്ടുള്ള കേസുകളെ അത് പ്രതികൂലമായി ബാധിക്കും. ആ പ്രതികൾ ഈ ഹൈക്കോടതി ഉത്തരവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വാഭാവികമായും കീഴ്ക്കോടതിയിൽ നിന്നും അനുകൂലമായ ഉത്തരവ് സമ്പാദിക്കുവാൻ വേണ്ടി പ്രതികൾ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇടപെടണമെന്നുള്ളതാണ് പ്രധാനമായും മഹാരാഷ്ട്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും അതേപോലെ തന്നെ ഋഷികേശ് ഹരിദാസും വാദിച്ചത്. ഈ വാദമുഖം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഈ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തത്. അതേസമയം തന്നെ ഈ പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി നടപടി, അവർ ജയിൽ മോചിതരായി, അതുകൊണ്ട് തന്നെ ഇനി അവർ തിരികെ ജയിലിലേക്ക് പോകേണ്ടതില്ല, ആ വിഷയത്തിൽ ഇടപെടാനില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും മുഴുവൻ കക്ഷികൾക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. 2006 നടന്ന ഭീകരവാദ ആക്രമണം, അത് രാജ്യത്തെ നടുക്കിയ വലിയ സംഭവമാണ് ഉണ്ടായത്. നിരോധിത ഭീകരവാദ സംഘടനയായ സിമിയുടെ പ്രവർത്തകരായിരുന്നു ഇതിന് പിന്നിലുള്ളത്. ഇതിൽ കോടതി ഇതുമായി ബന്ധപ്പെട്ട കേസ് വിചാരണ ചെയ്യുന്ന കീഴ്ക്കോടതി 5 പ്രതികൾക്ക് വധശിക്ഷയും അതേപോലെ തന്നെ 7 പേർക്ക് ജീവപര്യന്തം ശിക്ഷയുമായിരുന്നു വിധിച്ചിരുന്നത്. ഇത് ആണ് സുപ്രീം കോടതി പൂർണ്ണമായും തടഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനെ പൂർണ്ണമായും സ്റ്റേ ചെയ്തുകൊണ്ട് ഈ പ്രതികളെ വെറുതെ വിട്ട നടപടി മുംബൈ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിനെ ചോദ്യം ചെയ്താണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി വരികയും ആ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യുകയും ഉണ്ടായത്. ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.